മാവൊന്നും കുഴച്ച് പരത്താതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സമൂസയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മസാല റെഡിയായ പിന്നെ നമുക്കൊരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സമൂസ ഷീറ്റ് പോലും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് അതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ പെട്ടെന്ന് വാടി വരും കേട്ടോ. അതേപോലെ തന്നെയാണ് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. അപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം ഇതുപോലെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നാൽ അതിൽ നമുക്കൊരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മസാല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ മുട്ടയോ ചെമ്മീനോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പൊട്ടാറ്റോ ആയതുകൊണ്ട് ഒരു വലിയ ഇത് എടുത്തിട്ട് അത് കുക്കറിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ സൈസിലുള്ള പപ്പടമാണ് നല്ലത്. എന്നാൽ നമുക്ക് കുറച്ച് വലിയ സൈസിലുള്ള സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പപ്പടം എടുത്തിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് പച്ചവെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് ഇതുപോലെ ഇങ്ങനെ 2 സൈഡൊന്നും ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് തുറന്നിട്ട് മസാല പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം. നമ്മൾ പപ്പടം ഇതേപോലെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിൽ മുക്കിയാൽ നമുക്ക് പൊട്ടാണ്ട് നല്ല ഷേപ്പിൽ ഇതേപോലെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പാക്കിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി മടക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ എല്ലാ സമൂസയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അറിയാലോ, പപ്പടം ആയതുകൊണ്ട് വേഗം തന്നെ ഫ്രൈ ആയിട്ട് വരും. സാധാരണ സമൂസ പോലെ അത്ര ടൈമൊന്നും എടുക്കില്ല. നമ്മൾ എണ്ണയിലിട്ടാൽ അപ്പം തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഒരു കളറിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മസാല നമ്മൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കൊരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറൈറ്റികളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ്. ചൂടോടെ ആകുമ്പോൾ അടിപൊളിയാണ്. വേണമെങ്കിൽ കുറച്ച് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.